ദേവിയുടെ മുന്നിൽ പ്രാർത്ഥിച്ചാൽ അതിന്റെ ഫലം കിട്ടാതിരിക്കില്ല. ശുദ്ധമായ ശരീരവും ശുദ്ധിയുള്ള മനസ്സും വേണം. എന്നാലേ ദൈവങ്ങൾ കടാക്ഷിക്കൂ. വീട് പണയം വെച്ച് ഒരു വീതം വിനുവിനും മനോജിനും കൊടുക്കാൻ പോവാ. വിനുവിനൊരു കൂരയാവും, മനോജിനൊരു ബിസിനസ്സും തുടങ്ങാലോ. നീ ഇനി പറഞ്ഞു പറ്റിക്കാൻ ഈ ദേവി വിഗ്രഹം കൂടിയേ ഉള്ളൂ. ചന്ദ്രു, നിന്റെ മോനിപ്പോ അതിനും തുനിഞ്ഞിറങ്ങിയിരിക്കുക. ഇത് സാധാരണ കളിയല്ലെന്ന് അവനോട് പറഞ്ഞ് മനസ്സിലാക്ക്. അല്ലെങ്കിൽ മകന് സൽബുദ്ധി കൊടുക്കാൻ ദൈവത്തോട് പ്രാർത്ഥിക്കുക. ഇല്ലച്ചാ, ഇത് വെറും വാക്കല്ല. ദേവി വിഗ്രഹത്തിന്റെ മുമ്പിൽ വെച്ച് വെറും വാക്ക് പറയാൻ അത്ര നിരീശ്വരവാദിയൊന്നുമല്ല ഈ പ്രകാശൻ. ദേവി, ഇപ്പോഴെങ്കിലും എന്റെ പ്രാർത്ഥന നീ കേട്ടല്ലോ, സന്തോഷായി. മാധവേട്ട, പ്രശ്നങ്ങളെല്ലാം അങ്ങനെ ഒതുങ്ങുന്നുണ്ടെങ്കിൽ ഒതുങ്ങട്ടെ. നമുക്ക് മനസ്സമാധാനമല്ലേ വേണ്ടത്. അതിന് ദേവിയായിട്ട് പ്രകാശിന് സൽബുദ്ധി തോന്നിപ്പിച്ചതായിരിക്കും. പ്രശ്നങ്ങളെല്ലാം ഒഴിയണമെങ്കിൽ അമ്മയും അച്ഛനും എന്നോട് സഹകരിക്കണം. ഞങ്ങൾ എന്താ വേണ്ടത്? നീ എന്താ ഉദ്ദേശിക്കുന്നത്? വേറൊന്നുമല്ല, നിങ്ങൾ വിചാരിച്ചാൽ ഈസിയായിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. പണവും സ്വർണവും തന്ന് സഹകരിക്കണം എന്നല്ല ഞാൻ പറഞ്ഞത്. അത് അമ്മയും അച്ഛനും പിരിയണം.